കോളപ്ര കാഞ്ഞാർ ജലാശയ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതി ആരോപണം വന്നിട്ടുണ്ട്. അതായത് മുൻ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെയാണ് ഇങ്ങനെ ഒരു ആരോപണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടുക്കിയിൽ ഒരു കോൺഗ്രസ് നേതാവ് നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒരു അഴിമതിയും ഇതിൽ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് റോഷി അഗസ്റ്റിൻ പറയുന്നത്. ഇപ്പോൾ റോഷി അഗസ്റ്റിൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അഴിമതി നടന്നു എന്ന് ആണ് ഇതിനകത്ത് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു, നമ്മുടെ കേരളത്തിലെ ജലാശയങ്ങൾ, പ്രത്യേകിച്ച് ഇറിഗേഷൻ ടൂറിസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു പദ്ധതിയാണിത്. അപ്പോൾ നമ്മുടെ അണക്കെട്ടുകളുണ്ട്, ജലാശയങ്ങളുണ്ട്, റിസർവെയറുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റെഗുലേറ്ററുകളൊക്കെ ഉൾപ്പെടുന്ന മേഖലകളിൽ കൂടുതൽ ജനങ്ങൾക്ക് സ്വീകാര്യപ്രദമായൊരു ടൂറിസം പദ്ധതി കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇറിഗേഷൻ ടൂറിസം എന്ന പദ്ധതി നടപ്പിലാക്കിയത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കോളപ്ര കാഞ്ഞാർ ഭാഗത്ത് ഈ ടൂറിസം പദ്ധതി വന്നിട്ടുള്ളത്. വളരെ നേരത്തെ തന്നെ ഞാനത് വസ്തുതാപരമായി പറഞ്ഞു. ഇത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ 112 കോടിയുടെ അഴിമതി എന്നാണ് പറയുന്നത്. ഈ പദ്ധതി എത്ര കോടിയുടെ ആണെന്നുള്ളതാണല്ലോ ആദ്യത്തെ പ്രശ്നം. മാത്രമല്ല, ഇതിൽ ഗവൺമെൻറ്റിനൊരു പൈസ മുടക്കമുള്ള പദ്ധതിയല്ല. എത്ര കോടിയുടെ പദ്ധതിയാണ്? 116 എനിക്ക് തോന്നുന്നു. 116 കോടിയുടെ പദ്ധതിയാണ്. ഒരു പൈസ ഗവൺമെൻറ്റിന് മുടക്കമുള്ള പദ്ധതിയല്ല. ഇത് ഏറ്റെടുക്കുന്ന കമ്പനി തന്നെയാണ് ഇതിൻ്റെ പണം മുടക്ക്. അവർ പണം മുടക്കി ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഗവൺമെൻറ് ഈ ലാൻഡ് ലീസിന് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അവിടെ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ അന്വേഷിക്കാൻ ബന്ധപ്പെട്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അധികാരവും അവകാശങ്ങളും നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഇപ്പം 97.5% വിഹിതം ഈ നടത്തിപ്പുകാരന് കിട്ടുന്നതാണ് ലാഭം. എന്താണ്, എങ്ങനെ ഒരു മനുഷ്യന് എങ്ങനെ ഒരു തേജോബോധം ചെയ്യാൻ വേണ്ടി 0.5% മാത്രമാണ് ലാഭം സർക്കാരിലേക്ക് കിട്ടുന്നതെന്നാണ് ഇതിനകത്ത് പറയുന്നത്. എത്രമാത്രം മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ഇങ്ങനെ നടത്തൊരു ആലോചനയായിരിക്കും ഒരു പക്ഷേ. എനിക്കതിനകത്ത് ഒബ്ജക്ഷൻ. ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ? ഞാൻ പറയുന്നില്ല. ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതി അന്വേഷിക്കുക എന്നുള്ളതാണ് ആവശ്യം. ആ പരാതി അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എൻ്റെയും കൂടിയാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്ന് വളരെ കുറച്ച് ദിവസം മാത്രമായിട്ടുള്ളൂ. ഇതൊരു പ്രതികാര നടപടിയാണോ യഥാർത്ഥത്തിൽ? ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയൊന്നും എനിക്കൊരു ചിന്തകളുമില്ല. അന്വേഷണം, ഒരു കേസുണ്ടായി കഴിഞ്ഞാൽ അന്വേഷിക്കുക എന്നുള്ള സ്വാഭാവിക നടപടിക്രമം മാത്രമേ അതിനകത്തുള്ളൂ. അത് അന്വേഷിക്കണം. അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എൻ്റെയും കൂടിയാണല്ലോ. ഇത് സത്യസന്ധമാണെന്ന് ബോധ്യപ്പെടാൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു അവസ്ഥയും കൂടി എനിക്കുണ്ടല്ലോ. എന്താണ് ഇതിനകത്ത് കാണേണ്ടത്? ലാഭവിഹിതത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് അല്ല, വരുമാനത്തിൻ്റെ 3.5% ആണ്. വരുമാനത്തിൻ്റെ സ്വാഭാവികമായിട്ടൊരു പദ്ധതി നടപ്പിലാക്കും. ക്യാഷ് മുടക്കി ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഒരു ഏജൻസി തയ്യാറാകുമ്പോൾ അവൻ്റെ മുതൽ മുടക്ക് കഴിഞ്ഞിട്ട് ശേഷിച്ച ലാഭത്തിൽ നിന്നാണ് ലാഭവിഹിതത്തെക്കുറിച്ച് ഷെയർ ചെയ്യുന്നത്. ഇത് എത്രയാണോ വരുമാനം കിട്ടുന്നത്, ആ വരുമാനത്തിന് ഇത്ര ശതമാനമാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് പ്രാരംഭഘട്ടം മുതൽ തന്നെ ഇതിന് ഷെയർ ലഭിക്കും. ലീസ് പീരീഡ് കഴിയുമ്പം ഈ ദേശീയ അന്തർദേശീയ തലത്തിലൊക്കെ തീർത്തിട്ടുള്ള ഈ പദ്ധതിയും സ്കീമും എല്ലാം ഗവൺമെൻറ് തന്നെ നിക്ഷിപ്തമാവുകയും ചെയ്യും. ഇതിൽ റീടെൻഡർ ഉൾപ്പെടെ ഉണ്ടായില്ല. ഈ ഒരൊറ്റ കോഴിക്കോട് ബേസ്ഡ് ആയ ഒരു കമ്പനിയാണ് ഇത് ഏൽപ്പിച്ചിട്ടുള്ളത്. അതൊരു മറ്റുള്ള കമ്പനികളുടെ ഒന്നും ടെൻഡർ വിളിക്കുകയോ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത്, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, നമ്മൾ 4/1/2025, 7/5/2025, 17/7/2025 ഈ തീയതികളിലെല്ലാം വിവിധ മാധ്യമങ്ങളിലായി ഹിന്ദു, ബിസിനസ് ലൈൻ, മലയാള മനോരമ, മാതൃഭൂമി എന്നിവ ഒരു പരസ്യം നൽകി. അതിനുശേഷം 17/2/25 പ്രസിദ്ധീകരിച്ച നോട്ടിഫിക്കേഷൻ പ്രപ്പോസലും ഇത് ലഭിക്കാത്ത സാഹചര്യത്തിൽ 24/10/25 വരെ വീണ്ടും ഈ ടെൻഡർ എക്സ്റ്റൻഷൻ കൊടുത്തു. അത് മറ്റ് കമ്പനികളുടെ ഒന്നും ടെൻഡർ ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ലാഭത്തെക്കുറിച്ചോ ഇതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചോ, ഇതൊരു PPP മോഡൽ സ്കീമാണല്ലോ. വന്ന പദ്ധതിയെക്കുറിച്ച് ഇത്ര ലാഭകരമാണെങ്കിൽ എന്തെല്ലാം കമ്പനികൾ പറഞ്ഞതിനകത്ത് വന്ന കമ്പനിയിൽ കുറിച്ച് മനസ്സിലാക്കി അക്കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പരിശോധിച്ചാണ് ഇതിന് പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2-3 ഘട്ടങ്ങളിലായി ഉത്തരവാദിത്തപ്പെട്ട എല്ലാ മേഖലയിലും പരസ്യങ്ങൾ നൽകി. ആ പരസ്യങ്ങൾ നൽകിയതിന് ശേഷം ഇത് ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് അന്വേഷണം, തീർച്ചയായിട്ടും പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കണം. അന്വേഷണം നടക്കേണ്ടതിൻ്റെ ആവശ്യകത എൻ്റെയും കൂടിയാണ്. കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി ഞാൻ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ പൊതുപ്രവർത്തന രംഗത്ത് 10-40 വർഷക്കാലമായി എന്നിൽ ഇങ്ങനെ ഒരു കരിനകളിൽ വീഴിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അത് അന്വേഷണത്തിൽ അത് വ്യക്തമാകും. എനിക്കതിനോട് സുതാര്യമായ ഒരു കാര്യമേ ഉള്ളൂ. നല്ലവണ്ണം അന്വേഷണം നടക്കട്ടെ. സംശയം തെളിയേണ്ടതാണല്ലോ ആവശ്യം. അതെൻ്റെയും കൂടി ആവശ്യമാണ്. ഞാനതിനകത്ത് പൂർണ്ണമായും എല്ലാ കാര്യങ്ങളിലും ആ അന്വേഷണം വേണമെന്ന ആവശ്യത്തോട് തന്നെ യോജിക്കുന്നു. ഇത് ജലവിഭവ വകുപ്പും അതുപോലെ തന്നെ ടൂറിസം വകുപ്പും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ടൂറിസം വകുപ്പില്ല, ഇത് ഇറിഗേഷൻ ടൂറിസത്തിൻ്റെയാണ്. DTPCയുടെ സ്കീംസ് ആണെങ്കിൽ ഗവൺമെൻറ് ആണല്ലോ പണം മുടക്കുന്നത്.
സർക്കാർ പണം മുടക്കിയുള്ള DTPCയുടെ പദ്ധതികൾ കൊണ്ടുവരുന്നത്. ഇത് ടൂറിസവുമായി ലിങ്ക് ചെയ്യാം. ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിലെ ധാരാളം നല്ല വിഭവങ്ങൾ അതെല്ലാം ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് രൂപപ്പെടുത്തി കൊടുക്കുന്നതിന് കൊണ്ടുവരുന്ന ഈ പദ്ധതികൾ ഇത്തരത്തിൽ കാണുന്ന എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതാണെങ്കിലും ഈ പദ്ധതിയെക്കുറിച്ച് നല്ല അന്വേഷണം നടക്കട്ടെ. യാതൊരു തല ബുദ്ധിമുട്ടുമില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ ഈ പദ്ധതിയിൽ? ഇപ്പം അതിൻ്റെ പദ്ധതി അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചിരിക്കുന്നതുകൊണ്ട് തുടങ്ങിയില്ലല്ലോ. ഗവൺമെൻറ്റിന് ഏത് തീരുമാനം എടുക്കാമല്ലോ, അന്വേഷിച്ചാൽ കണ്ടെത്താമല്ലോ. ഒരു പൈസ സർക്കാരിന് മുടക്കം വന്നിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ആക്ഷേപാരോപണം പറയുന്നത്? അത് തന്നെ വ്യക്തമാക്കുന്നുണ്ടല്ലോ ഇതിനകത്ത്. അതുകൊണ്ട് ഏതായാലും ഒരു പരാതി വന്ന സ്ഥിതിക്ക് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വിജിലൻസ് ബന്ധപ്പെട്ടിരുന്നു താങ്കൾ? ഇല്ല. പരാതി കൊടുത്തു. പരാതിയുടെ അന്വേഷണത്തിൽ വിജിലൻസ് അന്വേഷിക്കാൻ ഉത്തരവിട്ടെന്നല്ലേ വാർത്ത. സ്വാഭാവികമാണല്ലോ. ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പരാതിയിൽ അന്വേഷണം നടത്തണം, അതാണല്ലോ വാർത്ത. അതിനകത്ത് എന്ത് തെറ്റിരിക്കുന്നു? അത് നല്ല കാര്യം. അത് അന്വേഷിക്കേണ്ടതും അത് നല്ല നിലയിൽ അത് വെളിപ്പെടുത്തി കൊണ്ടുവരേണ്ടതും എൻ്റെയും കൂടി രാഷ്ട്രീയ പൊതുജീവിതത്തിൻ്റെ സുതാര്യതയ്ക്ക് അനിവാര്യമാണ്. എനിക്കതിനുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു അന്വേഷണത്തെ ഒരു കാരണവശാലും ഞാൻ ഭയപ്പെടുന്നില്ല. ഇത് സർക്കാരിന് ഇതിനകത്ത് യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല, യാതൊരു നഷ്ടവുമില്ല. ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല സർക്കാരിന്. അതാണല്ലോ ഇത് കാണണ്ടേ. വരുമാനത്തിന് ഇത്ര % സർക്കാരിന് കിട്ടുകയും ചെയ്യും. എത്ര വർഷത്തേക്കാണ് ഈ ജലാശയത്തിൻ്റെ ലീസ് കൊടുത്തിരിക്കുന്നത്? 30 വർഷം. ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി 2 വർഷം കൊണ്ട് പണി തീരുമ്പോൾ മുതൽ വരുമാനം കിട്ടുവാണല്ലോ. പിന്നെ 30 വർഷം കഴിയുമ്പോൾ ഈ ആസ്തി സാഹചര്യം മുഴുവൻ സർക്കാർ തന്നെ നിക്ഷിപ്തമാവുകയാണല്ലോ. ഇനി എന്തെങ്കിലും ലീസ് അഗ്രിമെൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ വെച്ച് കട്ട് ചെയ്യാമല്ലോ. ഈ കോഴിക്കോടുള്ള സ്ഥാപനം, ഈ കമ്പനി ആരുടെയാണ്? അവർ ആ കമ്പനിയെ കുറിച്ച് അന്വേഷിച്ചിരുന്നോ? എനിക്ക് വിശദമായിട്ട് എനിക്കറിയത്തില്ല. അതൊക്കെ കാഞ്ഞിരപ്പള്ളി ടൂറിസ്റ്റ് ഇവരെടുത്തോ? കാഞ്ഞിരപ്പള്ളി ടൂറിസ്റ്റ് ഓൾറെഡി അവരെടുത്തിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഒരു കേസ് കണ്ട് കോടതി വന്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ആ കേസ് തള്ളിയ സ്ഥിതി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തള്ളി പിന്നെ ഇത് പറഞ്ഞായിട്ട് എനിക്കെൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഇത് അന്വേഷിക്കട്ടെ. ഏതായാലും ഈ അന്വേഷണത്തെ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്തു. സുതാര്യമായൊരു അന്വേഷണം എൻ്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിനൂടെ അനിവാര്യമാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ കൊണ്ടുവരികയും നാടിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെതിരെ ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നതോടൊപ്പം ഒരു പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ആൾക്കാരെ മോശമാക്കാൻ വേണ്ടി നടത്തുന്ന ചില കരുനീക്കങ്ങൾ മാത്രമാണ്. തീർച്ചയായിട്ടും സുതാര്യമായ അന്വേഷണം നടക്കേണ്ടതും അന്വേഷണത്തോട് തീർച്ചയായിട്ടും യോജിക്കേണ്ടതും ഇത്തരം കാര്യങ്ങൾ സത്യസന്ധമെന്ന് ബോധ്യപ്പെടുത്തേണ്ടതും അനിവാര്യം തന്നെയാണ്. എന്തായാലും മുൻ മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നു ഇതിൽ വഴിവിട്ടൊന്നും ചെയ്തിട്ടില്ല, ഇതിന് സർക്കാരിന് യാതൊരു തരത്തിലുള്ള നഷ്ടവും ഉണ്ടായിട്ടില്ല, ഇത് 30 വർഷത്തേക്ക് ലീസിന് കൊടുത്തിരിക്കുകയാണ് ഈ പദ്ധതി. ക്യാമറാമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം എസ് വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.